വിജയനും റിയാസും പിന്നെ ബാലനും. ഒരു സിനിമ നമ്മുടെ മലയാള സിനിമയിലുണ്ടായിരുന്നല്ലോ, വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറയുന്നത് പോലെ വിജയനും റിയാസും പിന്നെ ബാലനും. അതാണിപ്പോൾ അവസ്ഥ. മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിരായിട്ട് പാർട്ടിയുടെ ഏറ്റവും തലതൊട്ടപ്പനായി ഇപ്പോൾ നിൽക്കുന്ന ഏറ്റവും വലിയ നേതാവിനെതിരായിട്ട് മാധ്യമങ്ങളും അതുപോലെ വാർത്താ മേഖലയിലുമൊക്കെ അതിശക്തമായ വിവാദങ്ങൾ വരുന്നു. CPM തന്നെ വോട്ടോടുകൂടി ജയിച്ച PV അൻവർ എന്ന ഭരണകക്ഷി MLA മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വലിച്ചിറക്കി റോഡിൽ കൊണ്ട് നിർത്തിയിട്ട് വസ്ത്രം ഉരിഞ്ഞ് അദ്ദേഹം നഗ്നനാണെന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു. CPM നേതൃത്വത്തിന് പ്രതികരിക്കാൻ കഴിയുന്നില്ല. CPM ആകെ വല്ലതായ എപ്പോഴെങ്കിലും ഒന്ന് മൂർത്തവും അമൂർത്തവുമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ ഗോവിന്ദൻ വരുമെന്നല്ലാതെ ഈ മന്ത്രിസഭയിലെ CPM മന്ത്രിമാർ പോലും മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ വരുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത് എന്തായാലും ആ മരുമാൻ സ്നേഹം കാര്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജയനും റിയാസും പിന്നെ ബാലനും. അതെ, പിന്നെ ബാലനുമാണ്. ഈ മരുമകൻ റിയാസ് ശക്തമായിട്ട് രംഗത്ത് വന്നു. അത് തുടർച്ചയായിട്ട് 2 ദിവസമായിട്ട് അമ്മാവന് വേണ്ടിയിട്ട് പ്രതിരോധം തീർക്കാൻ ഈ മരുമകൻ മന്ത്രി റിയാസ് മാത്രമേ ഉള്ളൂ. CPMന്റെ മറ്റു മന്ത്രിമാരോ മറ്റാൾക്കാരോ ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് ഒരു മന്ത്രിയായ ശിവൻകുട്ടി മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് മൈക്ക് വായിലിൻ്റെ അടുത്ത് വച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു PR-ൻ്റെയും ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു. അതങ്ങ് പറഞ്ഞു കളഞ്ഞു അദ്ദേഹം. കാരണം മാധ്യമങ്ങളുടെ മുമ്പ് വന്ന് മാധ്യമങ്ങൾ മൈക്ക് കൊണ്ട് വെച്ചു, പിന്നെ എന്തെങ്കിലും പറയണ്ടേ എന്ന് വെച്ച് പറഞ്ഞു. പക്ഷെ അത് ആത്മാർത്ഥമായി അദ്ദേഹം ഈ പിണറായി വിജയനെ പ്രതിരോധിക്കണം. റിയാസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ആത്മാർത്ഥത പോലും ശിവൻകുട്ടിക്കില്ല, മറ്റു മന്ത്രിമാർക്കൊന്നുമില്ല. ആരും തന്നെ ഒറ്റക്കെട്ടായി ഞങ്ങൾ നേരിടും എന്ന് റിയാസ് പറയുന്നതല്ലാതെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കാനും പിന്നെ പ്രതിരോധം തീർക്കാനും ആർക്കും കഴിയുന്നില്ല. പോട്ടെ, CPMന്റെ മന്ത്രിമാർ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഘടകകക്ഷികൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ലല്ലോ. CPIയുടെ മന്ത്രിമാരോ അതല്ലെങ്കിൽ ഘടകകക്ഷികളുടെ മറ്റു മന്ത്രിമാരോ അതിന് അനുകൂലമായിട്ട് ഈ മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് പറയാൻ രംഗത്ത് വന്നിട്ടില്ല. അവർക്ക് അവൻ്റെ ആവശ്യമില്ല. കാരണം ആകെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നഗ്നനായി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് ചുറ്റിനും നിന്ന് മുണ്ട് കൊണ്ടുവന്ന് വെച്ച് അദ്ദേഹത്തിനെ മറച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം അകത്ത് നിൽക്കുന്ന ആള് നഗ്നനാണെന്ന് കേരള ജനത മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഞങ്ങൾ മുണ്ടും കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ചുറ്റിനും മുണ്ട് വലിച്ചു വിരിച്ചിട്ട് എന്ത് കാര്യം? ആ മുണ്ട് വലിച്ചു വിരിക്കുന്ന ഞങ്ങൾ മാത്രമേ മോശമാവൂ എന്ന അവസ്ഥയിലാണ്. എന്തായാലും CPMന്റെ സംസ്ഥാന നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്. എന്തു വന്നാലും ഉടനെ തന്നെ പ്രതികരണവുമായി രംഗത്ത് വരുന്ന കോടതി ഒരു റോഡിൽ പൊതുയോഗം നടത്തുന്നതിനെതിരായിട്ട് കോടതി നടത്തരുത്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ഗതാഗത തടസ്സം ഉണ്ടാക്കരുത്, വഴിയാത്രക്കാർക്ക് തടസ്സം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ യോഗം നടത്തണമെങ്കിൽ റോഡിൽ നടത്തരുത്, മറ്റെവിടെയെങ്കിലും നടത്തണമെന്ന് കോടതി പറഞ്ഞപ്പോൾ ശുംഭന്മാർ ഈ കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരെന്ന് വിളിച്ച നമ്മുടെ നേതാക്കന്മാർ പോലും ഉണ്ട് നമ്മുടെ CPMനകത്ത്. അതുപോലെ ഒരുപാട് പേര്. പക്ഷേ ബാലൻ പാവം കേട്ടോ. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു കൂറുണ്ട്. കുറച്ചു കാലം തന്നെ മന്ത്രിയാക്കിയ ആളാണ് പിണറായി വിജയൻ. അതുപോലെ പാർട്ടിയിൽ ദേശീയ കമ്മിറ്റിയിലൊക്കെ തന്നെ എത്തിക്കാൻ വേണ്ടി കുറേ ശ്രമം നടത്തിയ ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ആ ഒരു നന്ദി എന്തായാലും ബാലനുണ്ട്. ബാലൻ അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ബാലൻ്റെ ഒരു പരമ്പരാഗതമായി അനുഷ്ഠിച്ച് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ചോരയുടെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെ ഒരു വിധേയത്വം പിണറായി വിജയനോട് ഉണ്ടായിരിക്കുന്നത്. എന്തായിക്കോട്ടെ, നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ബാലൻ മാത്രമേ ഉള്ളൂ മരുമകൻ കഴിഞ്ഞാൽ. അതായത് പിണറായി വിജയന് മാത്രമല്ല നമ്മൾ കാണുന്നത് കേട്ടോ. ഈ P ശശിക്കെതിരായിട്ട് പിന്നെ റൊട്ടോറിയസ് ക്രിമിനലാണ് P ശശി. ഇയാൾ കൊള്ള നടത്തുകയാണ്, മുഖ്യമന്ത്രിയെ വെട്ടിലാക്കുകയാണ്, കിണറിലാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും CPMന്റെ ഒരൊറ്റ ഈ പറയുന്ന പ്രമുഖ ആൾക്കാരന്മാരെല്ലാം ഈ ജയരാജന്മാരോ മറ്റാരും ഒന്നും രംഗത്ത് വന്നില്ല. P ശശി എന്ന് പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി സെക്രട്ടേറിയറ്റ് ആണ് P ശശിയെ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയത്. അങ്ങനെ ഒരാളിനെ പ്രതിരോധിക്കാൻ പോലും ഈ CPMന്റെ നേതാക്കന്മാരോ മന്ത്രിമാരോ രംഗത്ത് വന്നിട്ടില്ല എന്നാണ് കാണേണ്ടത്. എന്തായാലും ഇപ്പോൾ അവസ്ഥ വല്ലാത്ത അവസ്ഥയിലാണ്. CPMന്
മുഖ്യമന്ത്രിക്കെതിരായി ഉണ്ടായിരിക്കുന്ന ഈ ആരോപണങ്ങളൊന്നും പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലാതായിരിക്കുന്നു. മാത്രമല്ല, നേതാക്കന്മാരെല്ലാം മാറിയിരിക്കുന്നു. പല ജൂനിയർമാരെയും മന്ത്രിമാരാക്കിയത് പിണറായി വിജയൻ തന്നോടൊപ്പം എപ്പോഴും ഈ മന്ത്രിമാർ നിൽക്കുമെന്നുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ കടകംപള്ളി പോലെ, അല്ലെങ്കിൽ തോമസ് ഐസക്കിനെ പോലെ, അതല്ലെങ്കിൽ സുധാകരനെ പോലെ, ജി സുധാകരനെ പോലുള്ള സീനിയർമാരെല്ലാം മാറ്റി നിർത്തിയിട്ട് കുറെ പുതിയ ആൾക്കാരെ കൊണ്ടുവന്നത്. അവരെല്ലാം എൻ്റെ കൂടെ നിൽക്കും, ഞാൻ പറയുന്നത് ഏറാൻ മൂളി പോലെ കേൾക്കും എന്നുള്ളത് കൊണ്ടാണ് എപ്പോഴും എനിക്കൊരു സംരക്ഷണം ആകുമെന്നാണ്. പക്ഷേ അതുണ്ടായില്ല. പിണറായി വിജയന് ആരും സംരക്ഷിക്കാൻ എത്തിയിട്ടില്ല. ഈ പഴയ ആൾക്കാരെല്ലാം തനിക്ക് തൻ്റെ ശത്രുവായതല്ലാതെ ഞാൻ കൊണ്ടുവന്ന പുതിയ മന്ത്രിമാരൊന്നും തനിക്ക് പ്രൊട്ടക്ഷൻ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ധാരണയും ഒരു ബോധവും ഇപ്പോൾ പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പിണറായി വിജയനെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് ശേഷിയില്ലാതായിരിക്കുന്നു. ആകെ ഉള്ളത് വിജയൻ മാത്രം, പിന്നെ മരുമകൻ റിയാസും, അതിൻ്റെ കൂടെ ഉള്ളത് ഒരു ബാലനും മാത്രം.